ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അത് കെ സുധാകരൻ ഒരാളല്ല. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തിനും എൻ്റെ തീരുമാനം. MLA സ്ഥാനം രാജിവെക്കുന്ന അഭിപ്രായം കേസിനുണ്ടായിരുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. ഈ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ വരുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ധാർമ്മികമായി രാജിവെക്കേണ്ടതായിരുന്നു എന്നാണോ? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കുടുക്കിയിടണ്ട. ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് വീണ്ടും ഒരു ഇലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അത് പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കരുത്ത്. ഒരു നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം, ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ? അതൊക്കെ പാർട്ടി ഒറ്റക്കെന്ന് ഞാൻ പറയേണ്ടതല്ല. പാർട്ടി പറയേണ്ട കാര്യമാണ്. അല്ല, ഇതൊരു രാഷ്ട്രീയമായി വലിയ വിവാദമായി മാറൂലേ ഇങ്ങനെ MLA സ്ഥാനത്ത് തുടരുന്നത്? വീണ്ടും ഇങ്ങനെ സമരങ്ങൾക്കൊക്കെ ഒരു വഴി ഒരുക്കുകയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനൊരു ഘട്ടത്തിൽ? ഒരു MLA സ്ഥാനം രാജിവെക്കുന്നതല്ലേ ഉചിതമായ ഒരു നടപടി? അല്ല എന്നെനിക്ക് അഭിപ്രായമില്ല. രാജിവെക്കണ്ട. ഓരോ വിഷയം ആശ്രയിച്ച് നിൽക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ്. അതേതാണ് പ്രതിസന്ധി, ഏതാ പ്രതിസന്ധി, ഇത് പ്രതിസന്ധി കാര്യങ്ങളാണ്. ജനങ്ങൾ പറയുന്നത് എല്ലാം പറയുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട്. നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കുത്തി പോലും ചെയ്യുന്നത് എന്നെ നാക്കുന്ന എന്തെങ്കിലും മുഴുവനാണ്. വനിതാ നേതാക്കന്മാരൊക്കെ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ. വനിതകൾക്ക് അവകാശമില്ലേ? ഇത് പറഞ്ഞോട്ടെ. ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ്. ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ്. KV തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ലേ MLA ആയത് തുടങ്ങിയ ഭീഷണി, അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഒത്തുതീർപ്പ് എന്നാണ് CPM പറയുന്നത്. അതായത് രാജിവെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസിനകത്ത് രാഹുൽ വെക്കി ചേർന്ന ഒരു ഒത്തുതീർപ്പ് എന്നതിലാണ് CPM വിമർശനങ്ങൾ വരുന്നത്. അതെങ്ങനെയാണ് ഒത്തുതീർപ്പാവുന്നത്? യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും മറ്റൊരു ചിലർ പറയുന്നതും ഒക്കെ വ്യത്യസ്തമില്ലേ? ടോട്ടൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടാവും. പിന്നെ അങ്ങനെ ഒത്തുതീർപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് പരസ്പരം ധാരണയിലെത്തുന്നതല്ലേ. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. വ്യത്യസ്തമാണ് അഭിപ്രായങ്ങൾ. ആ അഭിപ്രായങ്ങൾക്ക് അതുപോലെ അതിന് പ്രാധാന്യമുണ്ട് വരുന്നത്. ഈ നിയമസഭയിലൊക്കെ പാർട്ടി അംഗത്വം ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കും. എങ്ങനെയാണത്? പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ MLA ആയി എങ്ങനെയാണ് സഭയിലിരിക്കുക? കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ UDFന്റെ ഭാഗത്ത് ഇരിക്കാൻ പറ്റുമോ പാർട്ടി അംഗത്വം? അതിനൊക്കെ പാർട്ടി കൃത്യമായ നയവും ലൈനും പാർട്ടിക്കുണ്ട്. ആ പാർട്ടി പറയുന്നതനുസരിച്ച് അവരത് ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.